അത് കഴിഞ്ഞ് മസ്താനി പറഞ്ഞൊരു ഡയലോഗ്, അത് എന്തൊക്കെ വന്നാലും ചാച്ചന്റെ ഓട്ടോയിലല്ലേ പോയത്, ഒരു ആക്ഷനോടുകൂടിയാണ് മസ്താനി പറയുന്നത്. അവിടെ ഞാൻ 1 മിനിറ്റ് സ്റ്റക്കായി. അപ്പോഴും ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, എന്തെങ്കിലും ആവട്ടെ. ഞാൻ നിങ്ങൾക്ക് ആ ലൈവ് എപ്പിസോഡിലും ഉണ്ട്, ഞാൻ 1 മിനിറ്റ് ഒന്ന് പോസ്റ്റായി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്, മസ്താനി എന്താ പറഞ്ഞതെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ പിന്നെ ആ ഫുഡ് കഴിക്കുന്ന ഡൈനിങ് ടേബിളിൽ നിന്ന് എണീറ്റ് ചെല്ലുന്നത്. അത് വേറൊന്നുമല്ല, പ്യുവറായിട്ടും അപ്പനെ പറഞ്ഞ ഏത് മക്കൾക്കും പൊള്ളും. ഞാൻ എൻ്റെ ചാച്ചനായിട്ട് അത്ര കമ്പനിയാണ്. ആ മനുഷ്യൻ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട് 29 വർഷമായി. ആ 29 വർഷം ഓട്ടോ ഓടിച്ചാണ് എന്നെ ഈ ഡിഗ്രിയും PGയും ഒക്കെ പൈസ കൊടുത്താണ് എന്നെ ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് വീഡിയോ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ കോഴ്സ് പഠിപ്പിച്ച് ഈ ഒരു നിലയിലെങ്കിലും എന്നെ എത്തിച്ചുകൊണ്ട് നിർത്തിയിരിക്കുന്നത്. എനിക്ക് താഴെ ഒരു അനിയത്തിയാണ്, ആൾക്കും ഇഷ്ടപ്പെട്ട കോഴ്സാണ് ആളെ ഇപ്പൊ ചാച്ചൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെ ചെയ്ത് ഇത്രയും നല്ല രീതിയിൽ ഞങ്ങളെ നോക്കി വളർത്തിയ ഒരു അപ്പനെ പറഞ്ഞ എനിക്ക് പൊള്ളില്ലേ? പിന്നെ ഞാനത് ചോദിച്ചു. മസ്താനി എന്റെ ചാച്ചനെ പറഞ്ഞത് ഒരു പ്രാവശ്യം അല്ല, ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് ട്രിഗറായി. എന്റെ ദാരിദ്ര്യം വിറ്റ് എന്റെ ഓട്ടോ കഥകൾ. ഞാനിപ്പോ ആലോചിക്കുന്ന, ഈ ഓട്ടോ അത്ര കുറച്ചിലാണോ, അത് ഇത്ര മോശമായിട്ടുള്ള ഒരു കാര്യമാണോ? ഈ ബീബിന്ന് ഇറങ്ങിയ സമയത്ത് എന്നെ എവിക്റ്റ് ആക്കി വിട്ടത് ഓട്ടോയിലല്ലേ? അപ്പൊ ബിൻസിക്ക് എന്താ ഫീൽ ചെയ്തത്? അച്ഛന്റെ തൊഴിലിനെ അഭിമാനിക്കുമല്ലേ എന്ന് കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു. അവരോടൊക്കെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ തോന്നിയില്ല. കാരണം എനിക്ക് ബിഗ് ബോസ് അങ്ങനെ എൻ്റെ അടുത്ത് അങ്ങനെ കാണിക്കും തോന്നില്ല. സത്യം പറഞ്ഞാൽ എവിക്റ്റായി വന്ന സമയത്ത് ഓട്ടോയിൽ കയറുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന പോലെ ഇല്ല. കാരണം ഞാൻ എവിക്റ്റായെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ, ഞാൻ കിളി പോയി നിൽക്കുകയാണല്ലോ.